ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ആ ഒരു റിസൾട്ട് പെർമനൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പെർമനൻ്റ്ലി കിട്ടത്തുള്ളൂ. ആ കിട്ടുന്ന റിസൾട്ട് നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും നമ്മളത് സ്കിൻ കെയർ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കിന്ന് പെർമനൻ്റ്ലി ഒരു റിസൾട്ടായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് കാണിക്കുന്നത്. ഇത് ഒരു ബീട്രൂട്ട് എടുത്തിട്ടില്ല, പകുതിയായി എടുത്തിട്ടുള്ളൂ. പകുതിയുടെ ആവശ്യം നമുക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഓട്സാണ്. ഓട്സ് പൊടിയായിട്ട് പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ബീട്രൂട്ട് നമ്മുടെ ഫേസിന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ഓട്സ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനിവിടെ ഒരു പകുതി ലെമണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ആവുന്ന ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന ആ ഒരു പെർമനൻറ്റ് കളറ് നമുക്ക് ഫെയ്ഡ് ആകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി സ്കിൻ കെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട്, ആ ഒരു കിട്ടിയ റിസൾട്ട് നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് മുന്നേ നിങ്ങൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ
ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. നല്ല ഗ്ലോ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ബ്രൈറ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.